നമസ്കാരം. ചർച്ച അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. റോമിന്റെ മധ്യസ്ഥരായ വിശുദ്ധ പത്രോസ് പൗലോസ് സ്ലീഹന്മാരുടെ തിരുനാൾ ദിനത്തിൽ വത്തിക്കാനിൽ നടന്ന വിശുദ്ധ കുർബാനയ്ക്കും പ്രാർത്ഥനകൾക്കും ലിയോ 14 പാപ്പ നേതൃത്വം നൽകി. വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കയിൽ നടന്ന ചടങ്ങിൽ കഴിഞ്ഞ വർഷം നിയമിതരായ 35 മെത്രാപ്പൊലീത്തമാർക്ക് പാപ്പ പാലിയം നൽകി. തിരുനാൾ ദിനത്തിലെ സന്ദേശത്തിൽ സഭയുടെ ഐക്യം കാത്തുസൂക്ഷിക്കുന്നതിൽ വിശുദ്ധ പത്രോസ് സ്ലീഹായുടെ മാതൃക എല്ലാ ക്രിസ്ത്യാനികളും പിന്തുടരണമെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. ക്രിസ്തുവിന്റെ ആടുകളെ പരിപാലിക്കുന്നതിലും വിശ്വാസികളുടെ കൂട്ടായ്മ നിലനിർത്തുന്നതിലും വിശുദ്ധ പത്രോസ് കാണിച്ച സമർപ്പണം എടുത്തു പറഞ്ഞ പാപ്പ ഇന്നത്തെ ലോകത്ത് സഭയെ ഒരുമിച്ച് കൊണ്ടുപോകുവാനുള്ള ഉത്തരവാദിത്തം വിശ്വാസികളുടേതാണെന്നും വ്യക്തമാക്കി. ഭൂകമ്പത്തിൽ തകർന്നടിഞ്ഞ വെനസ്വേലയിലെ ജനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അർജന്റീനയിലെ വിശ്വാസികൾ ലുജാനിലെ മാതാവിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ ഒത്തുചേർന്നു. വെനസ്വേലയിൽ സമാധാനവും ജനാധിപത്യവും പുനഃസ്ഥാപിക്കപ്പെടുന്നതിനായി പ്രത്യേക പ്രാർത്ഥനകൾ അർപ്പിച്ചു. രാജ്യത്ത് നിലനിൽക്കുന്ന രാഷ്ട്രീയ സാമൂഹിക അനിശ്ചിതത്വങ്ങൾക്കിടയിൽ ദുരിതമനുഭവിക്കുന്ന വെനസ്വേലൻ ജനതയ്ക്ക് ആശ്വാസവും ശക്തിയും ലഭിക്കുന്നതിനായി വിശ്വാസികൾ ലുജാനിലെ ബസിലിക്കയിൽ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. വെനസ്വേലയിലെ ജനങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ അവസാനിപ്പിക്കണമെന്നും അവർക്ക് നീതിയും സമാധാനവും ലഭിക്കണമെന്നും പ്രാർത്ഥനാ സംഗമത്തിൽ ആവശ്യപ്പെട്ടു. ചരിത്രപ്രസിദ്ധമായ മെഡ്സിലെ സെന്റ് സ്റ്റീഫൻ കത്തീഡ്രൽ സന്ദർശിക്കുവാൻ ലിയോ 14 പാപ്പ 2026 സെപ്റ്റംബർ 28 ഈ കത്തീഡ്രലിൽ വെച്ച് പാപ്പ വിശുദ്ധ കുർബാന അർപ്പിക്കും. പാപ്പയുടെ ഫ്രാൻസ് സന്ദർശനത്തിനിടയിൽ കത്തീഡ്രലിനുള്ളിൽ വെച്ച് വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന ഏക ഫ്രഞ്ച് ദേവാലയമാണിതെന്നും ഈ സന്ദർശനത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. ലോകത്തിലെ ഏറ്റവും കൂടുതൽ സ്റ്റെയിൻഡ് ഗ്ലാസ് അലങ്കാരങ്ങളുള്ള ദേവാലയങ്ങളിൽ ഒന്നായതിനാൽ മെറ്റ്സ് കത്തീഡ്രൽ ദൈവത്തിന്റെ വിളക്ക് എന്നാണ് അറിയപ്പെടുന്നത്. ഏകദേശം 70,000 ചതുരശ്ര അടി വിസ്തൃതിയിൽ ഇവിടെ സ്റ്റെയിൻഡ് ഗ്ലാസ് ജനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ സൃഷ്ടിയെ പരിപാലിക്കേണ്ട ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് നാഗ്പൂർ അതിരൂപതയിലെ ഇന്ത്യൻ കാത്തലിക് യൂത്ത് മൂവ്മെന്റ് നടത്തിയ 1 മാസം നീണ്ടുനിന്ന പരിസ്ഥിതി ക്യാമ്പയിൻ സമാപിച്ചു. ലെറ്റ്സ് ഗോ ഗ്രീൻ എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിലൂടെ യുവജനങ്ങളെ ഹരിത ജീവിത ശൈലിയിലേക്ക് നയിക്കുവാനും പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം അവരിലേക്ക് എത്തിക്കുവാനും ഈ സംരംഭത്തിന് കഴിഞ്ഞു. നാഗ്പൂർ ആർച്ച് ബിഷപ്പ് ഏലിയാസ് ഗോൺസാൽവസിന്റെ നേതൃത്വത്തിൽ നടന്ന ഈ പരിപാടി അതിരൂപതയിലെ യുവജന ഡയറക്ടർ ഫാദർ അഗസ്റ്റിൻ ആന്റണി ഡുസിലെയും ICYM നാഗ്പൂർ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും ചേർന്നാണ് ഏകോപിപ്പിച്ചത്. പാശ്ചാത്യ ലോകം നേരിടുന്ന പ്രതിസന്ധികളെ അതിജീവിച്ച് ഒരു നല്ല ഭാവിയെ കെട്ടിപ്പടുക്കണമെങ്കിൽ ബൈബിളിലേക്കും ക്രിസ്തീയ മൂല്യങ്ങളിലേക്കും മടങ്ങണമെന്ന് പ്രമുഖ ദൈവശാസ്ത്രജ്ഞൻ ഓസ് ഗിന്നസ് പ്രസ്താവിച്ചു. ലണ്ടനിൽ നടന്ന ARC 2026 സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിശ്വാസം ഒഴിവാക്കിക്കൊണ്ട് സംസ്കാരത്തിന്റെ പുനരുജ്ജീവനത്തെക്കുറിച്ച് സംസാരിക്കുവാൻ കഴിയില്ല. പാശ്ചാത്യ സംസ്കാരം അടിസ്ഥാനപരമായി ജൂത ക്രിസ്തീയ പാരമ്പര്യത്തിൽ വേരൂന്നിയ ഒന്നാണ്. സ്വാതന്ത്ര്യം, വ്യക്തികളുടെ അന്തസ്സ്, തുല്യത തുടങ്ങിയ ആശയങ്ങൾ ബൈബിളിൽ നിന്നാണ് ഉത്ഭവിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. ഓരോ മനുഷ്യനും ദൈവത്തിന്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടവനാണ് എന്ന അടിസ്ഥാനപരമായ ക്രിസ്തീയ കാഴ്ചപ്പാടാണ് പാശ്ചാത്യ മൂല്യങ്ങളുടെ കേന്ദ്രമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.